ഹലോ എവരിവൺ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫസ്റ്റ് ഇയർ ITI സ്റ്റുഡൻസിൻ്റെ വർക്ക്ഷോപ്പ് കാൽക്കുലേഷൻ ആൻഡ് സയൻസ് എന്ന സബ്ജക്റ്റിലെ വർക്ക്, പവർ, എനർജി ആൻഡ് സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന ചാപ്റ്ററിലെ സ്പീഡ് ആൻഡ് വെലോസിറ്റി എന്ന പാർട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്പീഡ്, വെലോസിറ്റി എന്നിവ കൂടാതെ ആക്സലറേഷൻ, ഇക്വേഷൻസ് ആൻഡ് മോഷൻ എന്നീ ഭാഗങ്ങളും ഇവിടെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനം ഇതിനെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്നുണ്ട്. ശ്രദ്ധയോടെ കേൾക്കുമല്ലോ. അപ്പോൾ എന്താണ് സ്പീഡ് ആൻഡ് വെലോസിറ്റിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് എന്താണ് ചലനം അല്ലെങ്കിൽ റെസ്റ്റ് ആൻഡ് മോഷൻ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റെസ്റ്റ് ആൻഡ് മോഷൻ? A body is said to be in rest if it occupies the same position with respect to its surroundings at all moments. എല്ലാ സമയത്തും എല്ലാ അവസ്ഥയിലും അതിൻ്റെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അതിന് സ്ഥാനമാറ്റം സംഭവിക്കുന്നില്ല എങ്കിൽ, അതേ പൊസിഷനിൽ തന്നെ തുടരുകയാണെങ്കിൽ അത് വസ്തു റെസ്റ്റ് ആണെന്ന് പറയാം. അതുപോലെ മോഷനിലാണെന്ന് പറയണമെങ്കിൽ, അല്ലെങ്കിൽ ചലനാവസ്ഥയിലാണെന്ന് പറയണമെങ്കിൽ, എ ബോഡി സെറ്റ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്റ്റ് ടു ഇറ്റ്സ് സറൗണ്ടിങ്. അത് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അതിൻ്റെ സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് ചലനാവസ്ഥയിലാണ്, അല്ലെങ്കിൽ ദ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ മോഷൻ എന്ന് പറയാം. ഇഫ് ദ ബോഡി ഈസ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്റ്റ് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. അപ്പം ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്, അത് ഓർക്കുക. അതായത് നമ്മളൊരു വാഹനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ആ വാഹനവും ചലിക്കുന്നില്ല എങ്കിൽ വാഹനവും നിശ്ചലാവസ്ഥയിലാണ്, ആ വാഹനത്തിലിരിക്കുന്നത് നമ്മളും നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ ആ ബസ് ചലിക്കാൻ തുടങ്ങുമ്പോൾ സറൗണ്ടിങ്സിനെ അപേക്ഷിച്ച് വിത്ത് റെസ്പെക്റ്റ് ടു സറൗണ്ടിങ്സ് ദ ബസ് ഈസ് മൂവിങ്, ബട്ട് ദ പേഴ്സൺ സിറ്റിംഗ് ഇൻസൈഡ് ദ ബസ് ഈസ് സ്റ്റിൽ ഇൻ റെസ്റ്റ് വിത്ത് റെസ്പെക്റ്റ് ടു ദ ബസ്. ആ ബസ്സിനെ അപേക്ഷിച്ച് ആ ബസ്സിലിരിക്കുന്ന ആൾ നിശ്ചലാവസ്ഥയിലാണ്, പക്ഷേ റോഡിനെ അപേക്ഷിച്ച് ആ ആളും ചലിക്കുന്നു, ബസ്സും ചലിക്കുന്നു. അപ്പം ചലനം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. അല്ലെങ്കിൽ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഭൂമി ചലിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിലെ കെട്ടിടങ്ങളും ആളുകളും ജീവജാലങ്ങളും ചലിക്കുന്നു. അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഈ വസ്തുക്കളൊക്കെ ചലിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. നേരെ മറിച്ച് നമ്മൾ ഭൂമിയിൽ നിൽക്കുമ്പോൾ നമ്മുടെ വീടോ കെട്ടിടങ്ങളോ വസ്തുക്കളോ ഒന്നും ചലിക്കുന്നില്ല, അതിൻ്റെ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് അത് ചലിക്കുന്നില്ല. അപ്പം ചലനം ആപേക്ഷികമാണ്. ഇഫ് ദ ഓബ്ജക്റ്റ് ഈസ് ചേഞ്ചിങ് ഇറ്റ്സ് പ്ലേസ് വിത്ത് റെസ്പെക്റ്റ് ടു ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഇനി എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി, അതുപോലെ സ്കേലാർ ക്വാണ്ടിറ്റിയും എന്താണെന്ന് നോക്കാം. എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി? വെക്റ്റർ ക്വാണ്ടിറ്റി പൊസസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. വെക്റ്റർ ക്വാണ്ടിറ്റി ഏത് തരം ക്വാണ്ടിറ്റിയാണ്? അതിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റികളെ വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നു. വെക്റ്റർ ക്വാണ്ടിറ്റി പൊസസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. എന്താണ് ഈ ഡയറക്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഫോഴ്സ് നമ്മൾ ചെലുത്തുവാണെങ്കിൽ അത് ഇന്ന ഡയറക്ഷനിലാണെങ്കിൽ അതിന് എഫക്റ്റ് ഉള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ കൂടി പറയണം, എന്നാലേ അത് കംപ്ലീറ്റ് ആകുന്നുള്ളൂ. അതുപോലെ വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം തുടങ്ങിയ ക്വാണ്ടിറ്റികൾക്കൊക്കെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടാതെ ഡയറക്ഷനും ഉണ്ട്. അപ്പം ക്വാണ്ടിറ്റി വിച്ച് പൊസസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് വെക്റ്റർ ക്വാണ്ടിറ്റി. ഇനി സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, സ്കേലാർ ക്വാണ്ടിറ്റിയിൽ നമുക്ക് അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതായത് അതിൻ്റെ അളവ് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. ഇപ്പോൾ 5 കിലോഗ്രാം അല്ലെങ്കിൽ 1 മീറ്റർ നീളത്തിൽ തുണി, അല്ല അങ്ങനെ ഒരു ക്വാണ്ടിറ്റികളൊക്കെ പറയുകയാണെങ്കിൽ അത് തെക്കോട്ടെന്നോ വടക്കോട്ടെന്നോ അല്ലെങ്കിൽ അതിന് ലെഫ്റ്റെന്നോ റൈറ്റെന്നോ ഉള്ള പ്രത്യേകതയില്ല. 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 5 മീറ്ററാണ്. അതിൻ്റെ ഡയറക്ഷൻ അതിൽ സൂചിപ്പിക്കേണ്ട വിഷയം വരുന്നില്ല. അതായത് ലെങ്ത്ത്, മാസ്, ടൈം, അല്ലെങ്കിൽ സ്പീഡ്, ഏരിയ,
10 മീറ്റർ സ്ക്വയർ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഡയറക്ഷൻ അതിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ അത്തരം ക്വാണ്ടിറ്റികളെയാണ് സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയും സ്കേലാർ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള വ്യത്യാസം ഓർത്തിരിക്കുക. വെക്റ്റർ ക്വാണ്ടിറ്റി പൊസസസ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. സ്കേലാർ ക്വാണ്ടിറ്റി പൊസസസ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് ഉദാഹരണങ്ങളാണ് വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, മൊമെൻറ്റം തുടങ്ങിയവ. അതുപോലെ പ്രഷർ, ഇതൊക്കെ വെക്റ്റർ ക്വാണ്ടിറ്റികളാണ്. സ്കേലാർ ക്വാണ്ടിറ്റി ലെങ്ത്, മാസ്, ടൈം, ഏരിയ, സ്പീഡ് തുടങ്ങിയ ക്വാണ്ടിറ്റികളൊക്കെ സ്കേലാർ ക്വാണ്ടിറ്റികളാണ്. ഇനി എന്താണ് സ്പീഡ്? വാട്ട് യു മീൻ ബൈ സ്പീഡ്? ദ റേറ്റ് അറ്റ് വിച്ച് an object is changing its place is called its speed. The speed does not indicate direction. For example, a train travels 40 miles in 2 hours, then its speed is 20 miles per hour. Will not show the direction. ഒരു ട്രെയിന് അല്ലെങ്കിൽ the rate at which object is changing its place is called speed. ആ വസ്തു സ്ഥാനം മാറുന്നതിൻ്റെ നിരക്കിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു ട്രെയിന് 40 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചെങ്കിൽ അത് 1 മണിക്കൂറിൽ 20 മൈലാണ് സഞ്ചരിച്ചത്. അതായത് 20 മൈൽസ് പെർ അവറാണ് ആ ട്രെയിനിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത്. അതിന് പ്രത്യേക ഡയറക്ഷൻ ഇല്ല. തെക്കുന്നോ വടക്കുന്നോ എങ്ങോട്ട് പോയെന്നോ ആ സ്പീഡിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നില്ല. ഇനി വെലോസിറ്റി എന്താണെന്ന് നോക്കാം. ദ റേറ്റ് ഓഫ് സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ഈസ് കോൾഡ് വെലോസിറ്റി. സച്ച് ആസ് എ ട്രെയിൻ ട്രാവൽസ് 40 miles west in 2 hours, then its velocity will be 20 miles per hour towards west. അതായത് ഒരു നിശ്ചിത ഡയറക്ഷനിൽ ചലിക്കുന്നു, മൂവ് ചെയ്യുന്നു. ഒരു വാഹനം തെക്കോട്ട് യാത്ര ചെയ്യുന്നു 40 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ 40 മൈൽ 2 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ചുവെങ്കിൽ അതിൻ്റെ സ്പീഡ് 20 മൈൽസ് പെർ അവേഴ്സ് ടുവേഴ്സ് വെസ്റ്റ്. അപ്പോൾ അങ്ങോട്ട് ഏതോ ഒരു നിശ്ചിത ഡയറക്ഷൻ പറയുന്നുവെങ്കിൽ അത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അതിന് വെലോസിറ്റി എന്ന് പറയും. ഒരു സ്പീഡ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഡിവൈഡ് ബൈ ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഡിവൈഡ് ബൈ ടൈം. വി ഈസ് ഈക്വൽ ടു എസ് ബൈ ടി. എസ് എന്ന് പറയുന്നത് സഞ്ചരിച്ച ദൂരത്തെ സൂചിപ്പിക്കാൻ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു ലെറ്ററാണ് എസ്. എസ് ബൈ ടി. വി വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്, എസ് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ മീറ്റേഴ്സ്, ടി ടൈം ഇൻ സെക്കൻഡ്. വെലോസിറ്റി സമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഡിവൈഡ് ബൈ ടൈം. ഇനി സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് നോക്കാം. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ പ്ലേസ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഇറ്റ്സ് സ്പീഡ്. വെലോസിറ്റി, ദ സ്പീഡ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഈസ് കോൾഡ് വെലോസിറ്റി. വസ്തു സ്ഥാനം മാറ്റം സംഭവിക്കുന്നതിനെയാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്ഥാനമാറ്റത്തിൻ്റെ നിരക്കിനെ, അതിൻ്റെ നിശ്ചിത ഡയറക്ഷനിലുള്ള സ്ഥാനമാറ്റത്തിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇൻ സ്പീഡ് ഡയറക്ഷൻ ഈസ് നോട്ട് ഇൻഡിക്കേറ്റഡ്, ഓൺലി ദ മാഗ്നിറ്റ്യൂഡ് ഈസ് എക്സ്പ്രസ്ഡ്. ബോത്ത് ഇൻ വെലോസിറ്റി ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഇൻഡിക്കേറ്റഡ്. സ്പീഡ് സമം ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടൈം, വെലോസിറ്റി സമം ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ഡെഫിനിറ്റ് ഡയറക്ഷൻ ഡിവൈഡ് ബൈ ടൈം. അപ്പോൾ ഇനി 1 by 1 ആയിട്ട് അത് ഓർത്തിരിക്കുക. ഇനി ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാം. ആക്സിലറേഷൻ, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഓബ്ജക്റ്റ് ഈസ് കോൾഡ് ആക്സിലറേഷൻ. In metric system, the unit of acceleration is meter per second square, and in British system, it is foot per second square. അപ്പോൾ acceleration is equal to change in velocity divided by time. വെലോസിറ്റിയുടെ മാറ്റം, വേഗമാറ്റത്തിൻ്റെ നിരക്കിനെയാണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ആക്സിലറേഷൻ. ഓർക്കുക, അതിൻ്റെ യൂണിറ്റ് ഓർക്കുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വെലോസിറ്റിയുടെ മാറ്റത്തിൻ്റെ നിരക്ക്, വേഗമാറ്റം, വെലോസിറ്റി എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡാണ്, പെർ ടൈം. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡ് വരുമ്പോൾ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വരും. അതാണ് ആ യൂണിറ്റ് ശ്രദ്ധിക്കുക, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് വരുന്നു. ആക്സിലറേഷൻ സമം ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം. ഇപ്പോൾ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി. വി ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി, ടി ടൈം ഇൻ സെക്കൻഡ്.
യു ഇനീഷ്യൽ വെലോസിറ്റി, ആൽഫബറ്റിൽ യു ആണല്ലോ ആദ്യം വരുന്നത്, അപ്പോൾ അത് ഇനീഷ്യൽ വെലോസിറ്റി ഓർക്കുക, ആദ്യത്തെ വെലോസിറ്റി. വി യു വി ഫൈനൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി, ടി ടൈം ഇൻ സെക്കൻഡ്, എ ആക്സലറേഷൻ, അത് ഓർക്കുക. ഇനി ഇപ്പോൾ എ ആക്സലറേഷൻ സമം ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡ് ബൈ ടൈം, അതായത് വി മൈനസ് യു ബൈ ടി. വി എന്താണ്? ഫൈനൽ വെലോസിറ്റി, യു ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നെഗറ്റീവ് ആക്സലറേഷൻ നോൺ ആസ് റിട്ടാർഡേഷൻ. ആക്സലറേഷൻ്റെ വാല്യൂ നെഗറ്റീവ് വന്നാൽ അത് റിട്ടാർഡേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ വേഗത കുറഞ്ഞു വരുന്നു. അതായത് വി ഒരു ചെറിയ ഇനീഷ്യൽ വെലോസിറ്റി വലിയ സംഖ്യയും വി ഫൈനൽ വെലോസിറ്റി ചെറിയ സംഖ്യയാണെങ്കിൽ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കുമ്പോൾ അത് മൈനസ് വാല്യൂ വരും. അപ്പോൾ മൈനസ് വാല്യൂ ആണ് ആക്സലറേഷൻ കിട്ടുന്നതെങ്കിൽ അതിന് റിട്ടാർഡേഷൻ എന്ന് പറയും. മൈനസ് വാല്യൂ, അതായത് നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. ഒന്നും കൂടെ ശ്രദ്ധിക്കുക, ആക്സലറേഷൻ്റെ വാല്യൂ ഇപ്പം 10 മീറ്റർ പെർ സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡിലേക്ക് വേഗത കുറഞ്ഞുവെങ്കിൽ ഫൈനൽ വെലോസിറ്റി 5 മീറ്റർ പെർ സെക്കൻഡ്, ഇനീഷ്യൽ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ്, 2 സെക്കൻഡ് കൊണ്ടാണ് അത് സംഭവിച്ചതെങ്കിൽ 5 മൈനസ് 10 -5 എന്ന് വരും. -5/2 എന്ന് പറയുമ്പോൾ -2.5, -2.5 ആണ് ആക്സലേഷൻ. അപ്പോൾ -2.5 ആക്സലേഷൻ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. അതിന് റിട്ടാർഡേഷൻ എന്ന് പറയും. നെഗറ്റീവ് ആക്സലറേഷൻ ഈസ് കോൾഡ് റിട്ടാർഡേഷൻ ഓർ ഡീസിലറേഷൻ. ഇനി നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്താണെന്ന് നോക്കാം. ഇക്വേഷൻസ് ഓഫ് മോഷൻ, ചലനത്തെ സംബന്ധിച്ച 3 പ്രധാനപ്പെട്ട ഇക്വേഷനുകളാണ്. അതെങ്ങനെയാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, അതിലെ ടേമുകൾ എന്തൊക്കെയാണ്, ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ചലിക്കുന്ന വസ്തുക്കളുടെയൊക്കെ പല വാല്യൂകളും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന വസ്തുവിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, അത് ഫൈനൽ വെലോസിറ്റി, അങ്ങനെ ഓരോ ടേമുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ചലനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഇക്വേഷനിലാണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. നമ്മൾ ഇക്കത്തെ കാര്യങ്ങൾ ഓർക്കുക. യു ഇനീഷ്യൽ വെലോസിറ്റി, വി ഫൈനൽ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്, ടി ടൈം ഓഫ് ട്രാവൽ ഇൻ സെക്കൻഡ്സ്, എസ് ഡിസ്റ്റൻസ് മൂവ്ഡ് ഇൻ മീറ്റേഴ്സ്, എ ആക്സലറേഷൻ ഇൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ നമുക്ക് ഇത്തരം ടേമുകൾ ഓർത്തിരിക്കുക. നമുക്കറിയാം വി നോട്ട് ആക്സലറേഷൻ സമം ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, എ സമം വി മൈനസ് യു ബൈ ടി, എ സമം വി മൈനസ്, അതിനെ റീഅറേഞ്ച് ചെയ്താൽ വി മൈനസ് യു സമം എ ടി, എ ഇൻറ്റു ടി സമം വി മൈനസ് യു, ക്രോസ് മൾട്ടിപ്ലൈ, എ ഇൻറ്റു ടി സമം വി മൈനസ് യു. അപ്പം വി സമം യു പ്ലസ് എ ടി എന്ന് എടുക്കാം. അപ്പം വി സമം ഈ മൈനസ് യു അപ്പുറം പോകും പ്ലസ് എ ടി, അപ്പോൾ വി സമം യു പ്ലസ് എ ടി. അത് ഒന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇനി രണ്ടാമത്തെ, ആവറേജ് വെലോസിറ്റി സമം വി പ്ലസ് യു പ്ലസ് വി ബൈ 2, ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2. ശരാശരി വെലോസിറ്റിയെ കാണാൻ 2 വെലോസിറ്റി തമ്മിൽ കൂട്ടി 2 കൊണ്ട് ഹരിക്കാം. ടൈം ഓഫ് ട്രാവൽ, ടി സമം ടൈം ഓഫ് ട്രാവൽ ഇൻ സെക്കൻഡ്, ഡിസ്റ്റൻസ് മൂവ്ഡ് സമം ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്കറിയാമല്ലോ ആവറേജ് വെലോസിറ്റി നമ്മൾ കണ്ടു യു പ്ലസ് വി ബൈ 2 ആണ്. ഇനി ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്ന സഞ്ചരിക്കുന്ന ദൂരം കാണാൻ ആവറേജ് വെലോസിറ്റിയെ സഞ്ചരിച്ച സമയം കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡിൽ പോകുന്ന വസ്തു 2 സെക്കൻഡ് സഞ്ചരിച്ചെങ്കിൽ 5 × 2 10 മീറ്റർ സഞ്ചരിച്ചു. 3 സെക്കൻഡ് കൊണ്ട് 15 മീറ്റർ സഞ്ചരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ആവറേജ് വെലോസിറ്റിയെ ടൈം കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് സഞ്ചരിച്ച ദൂരം കിട്ടും. അതറിയാമല്ലോ, അത് മനസ്സിലായല്ലോ. അപ്പോൾ ആവറേജ് വെലോസിറ്റി വി പ്ലസ് യു ബൈ 2 എന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്, ഇൻറ്റു ടി. ഇപ്പോൾ ഇവിടെ നോക്കുക, എസ് സമം ഡിസ്റ്റൻസ് ട്രാവൽഡ് സമം ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. ഡിസ്റ്റൻസ് ട്രാവൽഡ് സമം മുമ്പേ പറഞ്ഞ ആവറേജ് വെലോസിറ്റി വി പ്ലസ് യു പ്ലസ് വി ബൈ 2 ഇൻറ്റു ടി. അപ്പം നമ്മൾ നേരത്തെ ഒന്നാമത്തെ ഇക്വേഷൻ പ്രകാരം വി സമം യു പ്ലസ് എ ടി ആണ്. വി സമം യു പ്ലസ് എ ടി ആണ്. അതിവിടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളിത് വിക്ക് പകരം യു പ്ലസ് എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ബാക്കിയെല്ലാം അതുപോലെ തന്നെ എസ് ഈസ് ഈക്വൽ ടു യു പ്ലസ് വിക്ക് പകരം യു പ്ലസ് എ ടി എഴുതി ബൈ 2 ഇൻറ്റു ടി. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു.
ഇനി നമ്മൾ യു പ്ലസ് ആ ബ്രാക്കറ്റ് നമുക്ക് ഒഴിവാക്കാമല്ലോ, എല്ലാം കൂട്ടുകയാണ്. അപ്പം യു പ്ലസ് വിക്ക് പകരം യു പ്ലസ് എ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഇൻറ്റു ടി. അപ്പം യു പ്ലസ് എ ടി എഴുതി ആ പിന്നെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തു. യു പ്ലസ് എ ടി ബൈ 2 അപ്പോൾ 2u പ്ലസ് യു 2u പ്ലസ് എ ടി ബൈ 2 ഇൻറ്റു ടി. അപ്പോൾ 2u ബൈ 2 ക്യാൻസലായി യു ഉള്ളൂ. എ ടി ബൈ 2 എന്ന് തന്നെ എഴുതി ഇൻറ്റു ടി. അതായത് എ പ്ലസ് ബി ബൈ 2 എന്ന് പറഞ്ഞാൽ എ ബൈ 2 പ്ലസ് ബി ബൈ 2 ആണല്ലോ. അപ്പോൾ രണ്ട് പിന്നെ പാർട്ടിനെയും 2 കൊണ്ട് ഗുണിക്കണം. 2uവിനെ 2 കൊണ്ട് ഗുണിക്കണം, എ ടിയെയും 2 കൊണ്ട് ഗുണിക്കണം. അപ്പം 2uവിനെ 2 കൊണ്ട് ഹരിച്ചാൽ യു മാത്രം, എ ടിയെ 2 കൊണ്ട് ഹരിച്ച് എ ടി ബൈ 2 എന്ന് എഴുതി. അപ്പം നമ്മളിതിനെ ടി കൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം. ടി എന്ന ഇതുകൊണ്ട് ഓരോ പാർട്ടിനെയും ഗുണിക്കണം. അപ്പോൾ ടി ഇൻറ്റു യു ടി 1/2. ഈ 2നെ നമ്മൾ 1/2 എന്ന് എഴുതി. ബൈ 2 എന്നുള്ളതിന് 1/2 എന്ന് എഴുതി. എ ടി ഇൻറ്റു ടി സ്ക്വയർ. എ ടി ഇൻറ്റു ടി സ്ക്വയർ. അപ്പോൾ ഇവിടെ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ എസ് ആണ് നമ്മളിവിടെ കണ്ടത്, മുകളിൽ നിന്ന് എസ് കണ്ടു. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഡിസ്റ്റൻസ് ട്രാവൽഡ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. വി സമം യു പ്ലസ് എ ടി. അപ്പോൾ എ ടി ഇപ്പുറം കൊണ്ടുവന്നു. നമ്മൾ വി അപ്പുറം പോകുമ്പോൾ വി മൈനസ് യു എന്ന് എഴുതി. എ ടി സമം വി മൈനസ് യു എന്ന് എഴുതി. അപ്പോൾ ടി സമം വി മൈനസ് യു ബൈ എ. എ ഇപ്പുറം വരുമ്പം താഴെ വരും. ഗുണനമാണ്, എ ടിയുമായിട്ട് ഗുണനമാണ്. വലതുവശത്ത് സമത്തിൻ്റെ വലതുവശത്ത് എ എന്ന് പറയും. ടി സമം വി മൈനസ് യു. ആ വാല്യൂ നമ്മളവിടെ ഓർത്ത് വയ്ക്കുക. ടി സമം വി മൈനസ് യു ബൈ എ എന്നുള്ള ആ വാല്യൂ നമ്മളവിടെ ഓർത്ത് വയ്ക്കുക. റിമെമ്പറിങ് ദിസ് വാല്യൂ ഓഫ് ടി, ലെറ്റ് us പ്രൊസീഡ് ഫർദർ. എസ് ഈസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം. നമുക്ക് നേരത്തെ നമ്മൾ എടുത്തതുപോലെ എസ് സമം ആവറേജ് വെലോസിറ്റി, ശരാശരി വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ. ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു യു പ്ലസ് വി ബൈ 2. രണ്ട് വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കൂട്ടിയിട്ട് 2 കൊണ്ട് ഹരിക്കുക. അതാണ് ആവറേജ് വെലോസിറ്റി. അതിനെ ടൈം കൊണ്ട് ഗുണിച്ചു. ഇപ്പോൾ ഈ ടിക്ക് പകരം നമ്മൾ മുമ്പത്തെ ഈ വാല്യൂ വി മൈനസ് യു ബൈ എ എന്നുള്ള വാല്യൂ ഇവിടെ കൊടുക്കുന്നു. വി പ്ലസ് യു ബൈ 2 ഇൻറ്റു വി മൈനസ് യു ബൈ എ. അത് ടിക്ക് പകരം ഏത് കൊടുത്തു? ഈ മുകളിലത്തെ വാല്യൂ, നമ്മൾ മുകളിൽ കണ്ടുവച്ചിരുന്ന വാല്യൂ വി മൈനസ് യു ബൈ എ എന്നുള്ള വാല്യൂ കൊടുത്തു. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് വാല്യൂ. അപ്പം ഇത് ഗുണിക്കാൻ വേണ്ടി അംശത്തെയും ഗുണിക്കണം, ഛേദത്തെയും ഗുണിക്കണം. ഇപ്പോൾ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു, വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു, 2 ഇൻറ്റു എ 2a, 2 ഇൻറ്റു എ 2a. അപ്പോൾ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ഡിവൈഡ് ബൈ 2a എന്ന് കിട്ടും. ഇപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സമം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. ഓൾജിബ്രയിൽ നമ്മൾ പഠിക്കുന്നതാണ്, അല്ലെങ്കിൽ പഴയ ചെറിയ ക്ലാസ്സുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫോർമുല എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി സമം എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അതുപോലെ വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു സമം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a. ഓക്കെ, അപ്പോൾ എസ് സമമാണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ബൈ 2a എന്ന് കിട്ടും. പിന്നെ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സമം 2a ഇൻറ്റു എസ്, 2a ഇൻറ്റു എസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സമം 2as. അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സമം 2 കിട്ടി. അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ ഇക്വേഷൻ മതി ഡിറൈവ് ചെയ്യുന്നതൊന്നും നിങ്ങൾ പിന്നെ സാധാരണ ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കില്ല എങ്കിൽ പോലും അതെങ്ങനെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. പി സമം യു പ്ലസ് എ ടി ഒന്നാമത്തെ ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ആ ഓർഡറിൽ തന്നെ ഓർക്കും. ഇപ്പോൾ ആസ് പെർ ഫസ്റ്റ് ഇക്വേഷൻ വി സമം യു പ്ലസ് എ ടി, സെക്കൻഡ് ഇക്വേഷൻ എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, തേർഡ് ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ സമം 2as. That's all.